കായംകുളം ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂളിൽ സജ്ജീകരിച്ച 4 ബൂത്തുകളിലെ 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ 579 വിദ്യാർത്ഥികളാണ് വോട്ടെടുപ്പിൽ പങ്കാളികളായത്. കായംകുളം ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 579 വിദ്യാർത്ഥികൾ 4 ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി. സ്കൂളിൽ സജ്ജീകരിച്ച 4 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ കൃത്യമായ ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, വോട്ടർ പട്ടിക പ്രഖ്യാപനം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, സൂക്ഷ്മ പരിശോധന, സ്ഥാനാർത്ഥി അഭിമുഖം, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. റിട്ടയർഡ് സബ് രജിസ്ട്രാർ അലക്സ് എം ജോർജ് തെരഞ്ഞെടുപ്പ് ഓഫീസറായും റിട്ടയർഡ് തഹസിൽദാർ നാദിർ ഷാ റിട്ടേണിംഗ് ഓഫീസറായും പ്രവർത്തിച്ചു. ഇലക്ഷൻ എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായി സിദ്ധിക്കുന്നതായിട്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതിന്റെ ഗുണവിശേഷങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സവിസ്തരമായി പ്രതിപാദിച്ചു കഴിയും. നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ലോകത്ത് നമ്മോടൊപ്പം ജനാധിപത്യം, ഡെമോക്രസി, അതൊക്കെ നമുക്ക് സുപരിചിതമാണ്. അത് നേടിയ പല രാജ്യങ്ങളും ഇന്നത് കാലഹരണപ്പെട്ടു പോയി, അല്ലെ അമ്പേ ഒരു പരാജയമായിട്ട് ലോകമെങ്ങും നമുക്ക് ദർശിക്കുന്നതിന് സാധിക്കും. അവിടെ എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തതിനേക്കാളും ഒക്കെ 100 ഇരട്ടി മാറ്റോടുകൂടിയിട്ട്, ശോഭയോടുകൂടിയിട്ട് നമ്മുടെ രാജ്യം തലയുയർത്തി പിടിച്ചു നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നായി ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഭാരതം നിലനിൽക്കുന്നു എന്നത് തന്നെ. 2000-ന് ശേഷമാണ്, 10-25 വർഷമായുള്ളൂ. അതിനു മുൻപ് നമ്മുടെ ബാലറ്റ് പേപ്പർ അച്ചടിച്ച് അതിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തി പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള ആളിന് ഇഷ്ടമുള്ള ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതായിരുന്നു പതിവ്. അത് മാറി കാലം കുറെ കൂടെ പുരോഗമിച്ചു. അങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന സമ്പ്രദായം വന്നത്. 10-25 വർഷമായി. അതില് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് 2 ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, മാതാപിതാക്കളോ മൂത്ത സഹോദരങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ പറഞ്ഞെന്ന് കാണും. കൺട്രോൾ യൂണിറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, 2 ഭാഗങ്ങളാണ്. ആ വോട്ടിംഗ് മെഷീനിൽ വ്യക്തമായിട്ട് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള ചിഹ്നത്തിൽ നമുക്ക് വോട്ട് ചെയ്യാം. സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും നമ്മുടെ അവകാശം രേഖപ്പെടുത്താൻ വിനിയോഗിക്കാനുള്ള മാർഗമാണ്. പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ലീന ശങ്കർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇംഗ്ലീഷ് വിഭാഗം മേധാവി OK ഹരിദാസ് വിശദീകരിച്ചു. ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, അലക്സ് എം ജോർജ്, നാദിർ ഷാ, ഫാദർ റോയ് ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വി സുനിൽകുമാർ, സോണിയ രവി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സുനിമോൾ നന്ദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ടെക്നിക്കൽ കൺട്രോളറായി മികച്ച സേവനം കാഴ്ചവെച്ച അഭിജിത്ത് എസിനെ സ്കൂൾ ചെയർമാൻ സി ഷാജി ഉപഹാരം നൽകി ആദരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് വോട്ടെടുപ്പിന്റെ എല്ലാ വശങ്ങളും അടുത്തറിയാനും കുട്ടികളിൽ നേതൃപാഠവും വളർത്താനും അവസരമൊരുക്കലാണെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.